ഈ പേപ്പേഴ്സ് കൊണ്ടുപോയിട്ടെ ഗീത മാഡത്തെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് വരണം. ഓക്കെ മാം. ഇതാ മാം. നിന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കാം. നിന്റെ മനസ്സിൽ സൂക്ഷിച്ച എന്നോടുള്ള സ്നേഹം നീ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. അതിനുശേഷം എല്ലാം ഞാൻ നോക്കിക്കോളാം. മാം ഈ പേപ്പർ നോക്കിയിട്ട് ഒപ്പിടാൻ പറഞ്ഞു മാളവിക മാം. ഗീത, ചേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വന്നേ, നമുക്കൊന്ന് ക്യാബിനിൽ പോയി സംസാരിക്കാം. എന്താ ചേച്ചി? നീ വാ, ഒരു കാര്യം പറയാനുണ്ട്. വാ. പറഞ്ഞു ചേച്ചി. വേറൊന്നുമല്ല, ഗോവിന്ദനെ പറ്റി സംസാരിക്കാനാ. ചേച്ചി, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ അവന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ അഭിപ്രായവും ഇല്ലെന്ന്. വീണ്ടും വീണ്ടും എന്തിനാ ചേച്ചി അവന്റെ കാര്യം പറയുന്നേ? പ്ലീസ് ദയവ് ചെയ്ത് അവനെ കുറിച്ചൊന്നും പറയല്ലേ. ചേച്ചി എന്നോടൊന്നും വിചാരിക്കരുത്. നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങള് പ്രൊഫഷണൽ കാര്യങ്ങളെ കുറിച്ചല്ലാതെ എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ആവരുത്. അത് നീ എന്നെ ചേച്ചിന്നല്ലേ വിളിക്കാറ്. നിന്നെ ഞാൻ അനിയത്തിയായിട്ടാ കണ്ടിട്ടുള്ളേ. സോറി, ഇനി ഞാൻ ഇങ്ങനെ സംസാരിക്കില്ല. സോറി ചേച്ചി, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. അവനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട പ്ലീസ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ശരി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചേച്ചി ചേച്ചി ശരിക്കും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനത് മോശമായിട്ടുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഓക്കെ, നീ എന്തൊക്കെ വിചാരിച്ചാലും ശരി, ഒരു കാര്യം എനിക്ക് അറിയണം. ഗോവിന്ദനെ സത്യമായിട്ട് നിനക്ക് ഇഷ്ടമല്ലേ? അവനോട് നിനക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് പറഞ്ഞല്ലോ ചേച്ചി. വീണ്ടും വീണ്ടും അത് എന്നെ ചോദിച്ചാ ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നിന്റെ മനസ്സിലാ ഉള്ളത്. നീ അത് പുറത്ത് കാണിക്കുന്നില്ല. ഇല്ല. ഉണ്ട്. ചേച്ചി എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കാനാണോ ചേച്ചി നോക്കുന്നേ? നിന്നെ ഞാൻ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നതല്ല, നിന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ഇത് എന്താന്ന് പറ. ഇത് എഴുതിയിരിക്കുന്ന കൈയക്ഷരം നിന്റെ അല്ലേ? ഒപ്പിട്ട് തരാൻ പറഞ്ഞ ഈ പേപ്പറില് നിന്റെ കൈയൊപ്പിടാതെ ഗോവിന്ദന്റെ പേര് എഴുതിയിരിക്കുന്ന എന്തിനാ? ഇതില് വലിയ തെളിവ് എന്താ വേണ്ടേ? നിനക്ക് അവനെ ഇഷ്ടമാണെന്ന് ഇത് കാണുമ്പോ തന്നെ അറിയാം. പറയ് ഗീതേ, ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അതെല്ലാം അവൻ കാരണവും നിങ്ങള് കാരണോ? ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാ? അവന് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ്. നിന്നോട് അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. അതെ, അവൻ എന്റെ പുറകെ നടന്നോണ്ട് ഈ കാര്യം പറഞ്ഞോണ്ട് എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ വന്ന് ചേച്ചി അവൻ നിന്റെ മനസ്സിലുണ്ടല്ലോന്നും അവന് നിനക്ക് ഇഷ്ടമല്ലേ എന്നും പറഞ്ഞ് എന്നെ കഷ്ടപ്പെടുത്തല്ലേ. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ച സമയത്താ ഫയല് കൊണ്ടുവന്ന് സൈൻ ചോദിച്ചത്. അപ്പൊ പിന്നെ ഞാൻ വേറെന്തെഴുതും? ആരാണോ ജീവിതത്തില് നമ്മളെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നേ അവരുടെ പേരല്ലേ മനസ്സിൽ വരൂ. ഞാൻ അറിയാതെ അത് എഴുതി പോയതാ.
പക്ഷെ ഈ കാരണം കൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അവനോട് ഈ പറയുന്ന പോലെ ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല. ദയവ് ചെയ്ത് വീണ്ടും അവനെ കുറിച്ച് ചേച്ചി എന്നോട് പറയരുത്. സോറി ചേച്ചി, ഞാൻ തന്നെ വേറെ ഡോക്യുമെന്റ് റെഡിയാക്കാം. അമ്മേ, ഒന്ന് അങ്ങോട്ട് ചെന്നാ സാമ്പാർ എന്തെടുക്കുവാന്ന് നോക്കി. നമ്മുടെ ഗോവിന്ദന് നമ്മള് വേറൊരു പെണ്ണിനെ ആലോചിച്ചു എന്ന് അറിഞ്ഞപ്പോ തന്നെ അവളുടെ മുഖം കടന്നല് കുത്തിയ പോലെയായിരുന്നു. അവളുടെ മുഖം ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണം. അവള് സങ്കടപ്പെട്ട് ദുഃഖിച്ചിരിക്കുവാണെങ്കിൽ അതാ എനിക്ക് ഏറ്റവും സന്തോഷം. എന്തു പറയുന്നു? അമ്മ പോയി അവളെ എന്തെടുക്കുവാന്നൊന്ന് നോക്കിട്ട് വാ. ശരി ശരി. കനകം കനകം, അവള് മാത്രമല്ല നമ്മുടെ കൊച്ചമ്മോനും ഇപ്പൊ ഓഫീസിലോട്ട് വന്നിട്ടുള്ളൂ. അവളുടെ മുഖത്തോട്ട് നോക്കിയിട്ടേ അവൻ സങ്കടപ്പെട്ട് അവിടെ പോയി ഇരിക്കുക. അങ്ങനെയാണോ? അവളും അവനും സംസാരിച്ചിരുന്നോ? ഏയ് ഇല്ല. അകത്ത് കേറി സീറ്റിന്റെ അടുത്ത് 1 മിനിറ്റ് നിന്നു. അവളാണെങ്കി അവനെ നോക്കാതെ അവിടെ ഇരുന്ന് ജോലി ചെയ്യുക. അവനും മിണ്ടാതെ പോയിട്ടെ അവന്റെ സീറ്റിലിരിക്കുക. ആ സാമ്പാർ നമ്മുടെ മോനെ ഇഡ്ലി സാമ്പാർ ആക്കാൻ നോക്കിയതായിരുന്നു. കൃത്യസമയത്ത് അതിനെക്കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, എന്റെ മോന്റെ ജീവിതം മുഴുവൻ സാമ്പാറിൽ മുങ്ങിപ്പോയേനെ. അവള് തകർത്ത് തരിപ്പണാക്കിയനെ. കറക്റ്റ് സമയത്ത് നമ്മൾ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് നമ്മുടെ കുടുംബം മുഴുവൻ സാമ്പാറിന്റെ കടലില് ശ്വാസം മുട്ടി ചത്തുപോയേനെ. നീ ഇരിക്കുമ്പോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ചിലപ്പോ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നിരിക്കാം. പ്രേമം തലയ്ക്ക് പിടിച്ചിരുന്നേ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നത്. നമ്മൾ ആരും അറിയാതെ അവൻ അവളെ കൊണ്ടുപോയി താലി എങ്ങാനും കഴുത്തി കെട്ടിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവൂലായിരുന്നു. നമ്മളിത് നേരത്തെ അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയും. അമ്മയുടെ കൊച്ചുമോനോടൊന്ന് വരാൻ പറ. ആ ശരി. എന്താ മുത്തശ്ശി? ഒന്ന് അകത്തേക്ക് വന്നേടാ, നിന്റെ അമ്മ നിന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ വരാം. എന്താമ്മേ? എടാ, കല്യാണം ഉറപ്പിച്ചൊരു പയ്യനല്ലേ നീ? നിനക്കൊന്ന് നന്നായിട്ട് ചിരിച്ചു കളിച്ച് നിന്നൂടേടാ. മുഖം വെറുപ്പിച്ച് നിൽക്കുന്ന എന്തിനാ? വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് വല്ല ഭ്രാന്തമുണ്ടോ? ദേ നോക്ക്, നീ ഇങ്ങനെ ഒരു സന്തോഷമില്ലാതെ മുഖവും വെറുപ്പിച്ചോണ്ട് ഇങ്ങനെ നിന്നാ പിന്നെ ഞാൻ എങ്ങനെയാടാ ഒന്ന് സന്തോഷായിട്ട് ജീവിക്കാം? നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഒന്ന് ചിരിച്ച് സന്തോഷായിട്ട് നിക്കടാ. ശരി അമ്മ.
എന്തിനാ വിളിച്ചെന്ന് പറ. നീ ആദ്യം തന്നെ ഒന്ന് പോയിട്ട് അവിടെ ഇരുന്നേ. അമ്മേ, അമ്മ ഫോൺ വിളിച്ച സാമ്പാറിനെയും മാളവികേനെയും ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറ. ആ ആ മാളവികേ, നീയും ആ തമിഴത്തെ പെണ്ണില്ലേ, ആ ഗീതയില്ലേ, രണ്ടുപേരും ഒന്നിങ്ങോട്ട് വന്നേ. കനകരത്നത്തിന് എന്തോ പറയാനുണ്ടെന്ന്. ആ പറയൂ ചേച്ചി, ഞങ്ങളോട് വരാൻ പറഞ്ഞ എന്തിനാ? ആവശ്യമുള്ളോണ്ട വരാൻ പറഞ്ഞേ, അല്ലാതെ വെറുതെ ഇങ്ങോട്ട് വരാൻ പറയൂ. നാളെ എന്റെ മോന് പെണ്ണ് കാണാൻ പോവേണ്ടതല്ലേ? അതിനാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയല്ല അന്ന് നമ്മൾ ഏൽപ്പിച്ചത്. അപ്പൊ ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ വിളിപ്പിച്ചത്. എന്തു പറയുന്നു ഗീത മാഡം? മാഡം പറഞ്ഞോളൂ. അല്ല, ഇത് എന്തു പറ്റി? നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ തട്ടിയെടുത്ത പോലെ നീ നിന്റെ മുഖവും വീർപ്പിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്നെ. ഞങ്ങള് കല്യാണത്തിന്റെ കാര്യമൊക്കെ നിന്നെയല്ലേ ഏൽപ്പിച്ചേ? നല്ല ചിരിച്ച മുഖത്തോടെ ഇരുന്ന് കലപല കലപലാന്ന് വർത്താനം പറയുമ്പോ തന്നെ ഞങ്ങൾക്കും ഒന്ന് സംസാരിക്കാൻ തോന്നുമല്ലോ. അല്ലാതെ ഇങ്ങനെ മുഖവും വീർപ്പിച്ചോണ്ടിരുന്നാൽ എങ്ങനെയാ? നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലിക്കാരിയല്ലേ, അല്ലാതെ എന്റെ മുഖമല്ലല്ലോ. ഇത് നോക്ക്, ഇത് കല്യാണ. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പോലും സന്തോഷായിട്ട് നിൽക്കണം. ഇതുപോലെ ഇങ്ങനെ മുഖവും കറുപ്പിച്ചോണ്ട് നിന്നാ എനിക്ക് ദേഷ്യം വരും. ആദ്യം എന്നെ എന്തിനാ വിളിച്ചെന്ന് പറയോ മാഡം? ഹാ, നാളെ പെണ്ണ് കാണാൻ പോവല്ലേ? എന്റെ മോന് പെണ്ണ് കാണാൻ പോവാന്ന് പറയുന്നത് പോലും എല്ലാവരും ചെയ്യുന്ന പോലെ അത്ര സിമ്പിൾ ആവരുത്. ഗംഭീരായിരിക്കണം. പെണ്ണ് കാണാൻ പോകുമ്പോ പോലും താലങ്ങളൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് വേണം പോവാൻ. ആ പെൺകുട്ടിക്കൊരു നല്ല സാരി, എന്റെ മോന് അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് നല്ല പുത്തൻ തുണി, അതൊക്കെ സെലക്ട് ചെയ്യണം. ചെയ്തോളൂ. അതിന് എന്റെ പെർമിഷൻ എന്തിനാ? എന്ത്? നിന്റെ പെർമിഷനാ? നിന്റെ പെർമിഷനോട് ആരാ ചോദിച്ചേ? പറഞ്ഞതങ്ങ് കേട്ടാ മതി. ആദ്യം തന്നെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് നിർത്തിക്കോ. എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? അല്ല മോളെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ ടൈം പാസിനാണെന്നാണോ വിചാരിച്ചേ? അവന്റെ പെണ്ണ് കാണൽ ചടങ്ങ് മുതല് പെണ്ണ് വീട്ടിലെത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോളാന്നല്ലേ പറഞ്ഞിരിക്കുന്നെ. അപ്പോ കല്യാണത്തിന്റെ കാര്യത്തില് ആദ്യം തന്നെ മഞ്ഞൾ കല്യാണത്തിൽ ആരംഭിച്ച് ഓരോന്നും നീ തന്നെ അടുത്ത് നിന്ന് നോക്കിയേക്കണം. ഇന്ന് വൈകിട്ട് ഒരു 5 മണിയാവുമ്പോഴേക്കും നമുക്ക് ഷോപ്പിങ്ങിന് പോണം. നീ വേണം ഒപ്പം നിന്ന് പെണ്ണിന് വേണ്ട സാരിയും എന്റെ മോന് വേണ്ട ഡ്രസ്സും ഒന്ന് സെലക്ട് ചെയ്യാൻ. അവരുടെ ഡ്രസ്സെല്ലാം ഞാൻ എന്തിനാ സെലക്ട് ചെയ്യുന്നേ? അതെന്തിനാന്ന് വെച്ചാ ഇതിലൂടെ നിന്റെ ടേസ്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നീ കല്യാണം എങ്ങനെ നടത്തുമെന്നും അതെത്ര ഗ്രാൻഡ് ആക്കുമെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവണ്ടേ? അതോ ഇനി വാചകടി മാത്രമേ ഉള്ളൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ സെലക്ട് ചെയ്യാൻ പോകുന്ന ഡ്രസ്സ് കണ്ടിട്ട് വേണം ഈ കോൺട്രാക്ട് നിനക്ക് തരണോ വേണ്ടയോന്ന് ചിന്തിക്കാൻ. എന്റെ ജോലിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ ജോലി ഞാൻ എപ്പോഴും കൃത്യമായിട്ട് ചെയ്യും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ട. ശരി ശരി, എന്നാ വൈകുന്നേരം ഷോപ്പിങ്ങിന് പോവാലോ അല്ലേ? ആ, പോവാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ദാ, ഇത് വാങ്ങിക്കോ. എന്താ അത്? നീ വാങ്ങിക്കോന്നേ. ഇപ്പോ എന്റെ പൊന്നുമോൻ നിന്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. നീയും നോക്കുന്നുണ്ടവന്. എങ്ങനത്തെ ഡ്രസ്സാണ് അവന് വേണ്ടേന്ന്, ഏതിട്ടാൽ അവന് ഭംഗിയുണ്ടാവാന്നൊക്കെ നിനക്ക് ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. പക്ഷെ കല്യാണ പെണ്ണിനെ നീ ഇതുവരെ കണ്ടിട്ടേയില്ലല്ലോ. ആ കുട്ടിയുടെ ഫോട്ടോയാ ഇത്. നീ ആ പെണ്ണിന്റെ ഫോട്ടോ നോക്കിയിട്ട് ആ പെൺകുട്ടിയുടെ കളറിന് അവൾക്ക് ഏത് സാരിയായിരിക്കും ഭംഗി, ഏത് നിറമായിരിക്കും ചേരുന്നത്, ബ്ലൗസ് ഏത് ഡിസൈൻ ആയിരിക്കും വേണ്ടത്, അതെല്ലാം നീ ഒന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കണം. അതിനു വേണ്ടിയാ
ആദ്യം നിന്നോട് ഞാൻ ഈ ഫോട്ടോ ഒന്ന് നോക്കാൻ പറഞ്ഞത്. നോക്ക്, നോക്കിയിട്ട് ഏതിലാണോ അവള് സുന്ദരിയാവുന്നത് അത് നോക്കി പറഞ്ഞേക്കണം. ഫോട്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ ഇങ്ങനെ ആലോചിച്ച് നിന്നാൽ എങ്ങനെയാ? ഒന്ന് തുറന്ന് ഫോട്ടോ നോക്ക്. ഞാൻ പിന്നെ സമാധാനത്തോടെ നോക്കാം. ഇപ്പൊ എനിക്ക് ജോലിയുണ്ട്. വൈകുന്നേരം ഞാൻ ഷോപ്പിങ്ങിന് വരാം. ഇവളിതെവിടെയാ? ഓഫീസിലേക്ക് വന്നോണ്ടിരിക്കുവാന്നല്ലേ പറഞ്ഞത്? ഞാൻ വന്നിട്ട് ഇത്രയും നേരം, എന്നിട്ട് അവളെ കാണാനില്ലല്ലോ. ഇവളിതെവിടെ പോയിരിക്കുക? അച്ചോടാ, 100 ആയുസാ നിനക്ക്. എന്താ കാണാത്തെന്ന് വിചാരിച്ചോളൂ. അപ്പതേ ടക്ക് തന്നെ വന്നല്ലോ. ദേവത, എന്റെ ദേവത. എത്ര നേരം വേണേലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ജീവിതം മുഴുവൻ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. വെൽക്കം വെൽക്കം. ദേവിയത് ഇവിടെ നിന്ന് പോവോ? മോളെ മോളെ, നമ്മുടെ രണ്ടുപേരും ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത്? പിന്നെ നീ എന്തിനാ വെറുതെ പേടിച്ച് സംസാരിക്കുന്നേ? നിങ്ങളോടൊന്നും എനിക്ക് സംസാരിക്കാനില്ല. പ്ലീസ് ഒന്ന് പോവോ? ചുമ്മാ ദേഷ്യപ്പെടാതെ മോളെ. ഇവിടെ നോക്ക്, നിങ്ങൾ പിന്നെ എന്റെ പുറകെ വന്നാ ഞാൻ വീണ്ടും ഈ ജോലി വിട്ട് അയ്യോ, പൊക്കളയും. അങ്ങനൊന്നും ചെയ്യില്ലേ. അതിനിപ്പോ ഞാൻ എന്താ നിന്റെ അടുത്ത് മോശമായിട്ട് പറഞ്ഞേ? ആഹാ, ഈ ഓഫീസ് പണിതതിന് ശേഷം ദേ നോക്കി, ഇപ്പോഴാ ഇതിനൊരു ജീവനും തുടിപ്പും പ്രസരിപ്പും ഒക്കെ ഈ ബിൽഡിങ്ങിനുണ്ടായത്. നീ തന്നെ നോക്കിക്കോ, ഈ ഓഫീസിന് ഇപ്പോഴൊരു ഐശ്വര്യമൊക്കെ വന്നില്ലേ? ഇതുവരെ ഇതൊരു കാശിന് കൊള്ളില്ലായിരുന്നു. പ്ലീസ് മതിയൊന്ന് നിർത്ത്. ദൈവമേ, ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തല്ലോ. എനിക്ക് ഇപ്പോഴാ ഒരു ആശ്വാസമായത്. പ്ലീസ് ദേവി അതിനെ ജോലി ചെയ്യാൻ സമ്മതിക്കോ? നിങ്ങളൊന്ന് പോവോ? നീ സമാധാനമായിട്ട് സന്തോഷമായിട്ട് പതിയെ ജോലികളൊക്കെ ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ്. ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ വേണ്ടിട്ടാ ഈ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തേ. എന്നാലും ഇവിടെ ആ രാക്ഷസി ഇല്ലേ, ആ രാക്ഷസി കാരണോ ഞാൻ ആദ്യ ദിവസം തന്നെ ഇവിടുത്തെ ജോലി നിർത്തിപ്പോയത്. ഏതാ രാക്ഷസി? അത് ഞാൻ പറഞ്ഞില്ലേ, ആ കനകരത്നം. ആ രാക്ഷസിയുടെ കയ്യും കാലും ഓടിയണം. അവർക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എന്റെ അമ്മേനെ തല്ലിയത്? അവരൊരിക്കലും ഗുണം പിടിക്കില്ല. മതി മതി, അതൊക്കെ പോട്ടെ. അതൊക്കെ എന്നോ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ? എന്ത് കഴിഞ്ഞു പോയെന്നോ? എനിക്ക് അവരുടെ കൈ രണ്ടും തല്ലി ഒടിക്കാനുള്ള അത്ര ദേഷ്യമുണ്ട്. അങ്ങനെ ചെയ്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും വേണ്ട മോളെ. ഇത് നോക്ക്, ഈ പകയൊന്നും അത്ര നല്ലതല്ല. എന്താ നല്ലതല്ലെന്നോ? ഇങ്ങനെയുള്ളവരോടൊക്കെ പക മനസ്സിൽ വെച്ച് അവരോട് പ്രതികാരം ചെയ്താലേ എനിക്ക് സമാധാനാവും. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ഒരു ദാക്ഷിണ്യം കാണിക്കാൻ പാടില്ല. അഹങ്കാരം പിടിച്ചൊരു മൂദേവി അവര്. എന്തിനാ അതൊക്കെ? അവര് പാവം, ഒന്നുമില്ലല്ലോ അമ്മയല്ലേ. എന്താന്ന്? അമ്മയോ? അത് പിന്നെ, അതായത് അവര് നിന്റെ അമ്മേനെ പോലെ തന്നെയല്ലേ. അതുകൊണ്ടാ ഇതൊന്നും അത്ര നല്ലതല്ലെന്ന് പറഞ്ഞേ. ചേച്ചേ, അവരെങ്ങനെ എന്റെ അമ്മയെ പോലെ ആവുന്നേ? എന്റെ അമ്മ അവരെ പോലെ ഒന്നല്ല. ഇങ്ങനെ ക്രൂരായ സ്ത്രീകളുടെ ഒക്കെ മക്കൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. അവരുടെ കുടുംബം ഒരു വൃത്തിയുടെ കുടുംബമായിരിക്കും. ആ വീട്ടിലുള്ളവരാണെങ്കിൽ ഇതിലും കഷ്ടമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാ. അവരെങ്ങാൻ എന്റെ കൺമുമ്പിൽ വന്നാലുണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ കത്തിച്ചു കളയും. അല്ലെങ്കിൽ ഞാൻ അവരെ കൈയും കാലും തല്ലി ഓടിക്കും. അയ്യോ, ഇപ്പൊ എന്തിനാ അവരുടെ ഫാമിലിനെ കുറിച്ചൊക്കെ പറയുന്നത്? പാവല്ലേ. മരം എങ്ങനെയാണോ അതിലുണ്ടായ കായും അങ്ങനെ തന്നെ ആയിരിക്കും. അവരെങ്ങനെയാണോ അവരുടെ ഫാമിലിയിലുള്ളവർ ഉറപ്പായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അവരുള്ളിടത്ത് തന്നെ ഇതുപോലുള്ള അന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ കുടുംബക്കാരും ഇവരുടെ ഒപ്പം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്? ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും ലോറി കയറ്റിക്കൊണ്ടുപോയി കാട്ടിൽ വിട്ടിട്ട് വരണം. ഇവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളാ പറഞ്ഞിട്ടുള്ളത്.
അങ്ങനെയല്ലേ സ്വഭാവം. അയ്യോ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയല്ലേ മോളെ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് എന്റെ നെഞ്ചിന്റെ അകത്തൊരു വേദന പോലെ. അവരെ പറയുന്നതിന് നിങ്ങൾ എന്തിനാ വേദനിക്കുന്നേ? അത് പിന്നെ നിന്റെ വളരെ നല്ല മനസ്സല്ലേ. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ എനിക്ക് മനസ്സിന് നല്ല വേദനയുണ്ട്. നീ എപ്പോഴും ഇരിക്കാറുള്ള പോലെ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കണം. എനിക്ക് അവരോടുള്ള ദേഷ്യത്തില് കഴുത്ത് ഞെരിച്ച ആ സ്ത്രീയെ കൊല്ലാനാ തോന്നുന്നേ. അവരെങ്ങാൻ എന്റെ കൺമുമ്പിൽ വന്നാ കത്തിയെടുത്ത് കുത്താൻ തോന്നുന്നു. ഒന്ന് നിർത്തുമോളെ. നീ ഇത്രയും ദേഷ്യക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ദേഷ്യക്കാരി തന്നെയാ. ഞാൻ ഇനി മരിക്കുന്നവരെ അവരോടുള്ള ദേഷ്യം എനിക്ക് മാറില്ല. ദേ നോക്ക്, അവരുടെ ഉണ്ടക്കണ്ണും വെച്ച് അവര് നടന്നു വരുന്നാണ്ടില്ലേ. അവരുടെ ഒരു മാലയും ആ കുണുങ്ങിയുള്ള നടത്തവും നാട്ടുകാരുടെ പൈസയൊക്കെ കൊള്ളയടിച്ച് ദേഹം മൊത്തം സ്വർണ്ണം ഇട്ട് അവര് ഷോ കാണിക്കാം. എന്ത് സംസാരം കേട്ടാ മുമ്പിൽ ഒന്ന് നിൽക്കുന്ന പോലെയാണല്ലോ. അതെ, ഇങ്ങോട്ട് നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? അവിടെ നോക്ക്. അയ്യോ അമ്മ, ഇനിയിപ്പോ എന്ത്? ഞാനും എന്റെ അനിയത്തിയെ പോലെ ഇനി ധൈര്യമായിട്ടിരിക്കണം. എല്ലാവരും ഇവര് പേടിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ, തോന്നുമ്പോ തല്ലുകയും ചെയ്യും. ഇനി അവര് കൈപൊക്കുന്ന കണ്ട എന്റെ അവര് നല്ലത് മേടിക്കും. ദേ മോളെ, കുറച്ച് പയ്യൊക്കെ പറ. നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയാൻ വളരെ എളുപ്പമാ, പക്ഷെ അത് ചെയ്യാനാ പാട്. എടാ ബാലാജി, അമ്മേ ദേ വന്നമ്മേ.